നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. നാളെ 2026 ഓഗസ്റ്റ് മാസം 26-ാം തീയതി ബുധനാഴ്ച ദിവസം. നാളെ മുതൽ പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. വീഡിയോ അവസാനം വരെ കാണുക. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാനും നിങ്ങൾ മറക്കരുത്. സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി പങ്കുവെക്കുന്ന അറിയിപ്പ്, വൈദ്യുതി നിരക്ക് വർദ്ധിക്കാൻ പോകുന്നു. അതായത് വൈദ്യുതി ബില്ല് വർദ്ധിക്കും എന്നർത്ഥം. സംസ്ഥാനത്ത് അടുത്ത 5 വർഷത്തെ വൈദ്യുത നിരക്ക് പരിഷ്കരണത്തിനായുള്ള നിർണായക കരട് മാർഗനിർദ്ദേശങ്ങൾ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു. 2027 ഏപ്രിൽ 1 മുതൽ 2032 മാർച്ച് 31 വരെ ഈടാക്കേണ്ട വൈദ്യുതി നിരക്ക് സംബന്ധിച്ച് KSEB അപേക്ഷ തയ്യാറാക്കുന്നത് ഈ പുത്തൻ ചട്ടത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. ജനങ്ങളുടെ അഭിപ്രായം കൂടി ആരാഞ്ഞ ശേഷം അന്തിമ റെഗുലേഷൻ പ്രസിദ്ധീകരിക്കുന്നതോടെ നിരക്ക് പരിഷ്കരണത്തിലേക്ക് കടക്കും. സോളാർ വൈദ്യുതി സുലഭമായ പകൽ സമയത്ത് കുറഞ്ഞ നിരക്കും ഉപയോഗം കൂടുതലുള്ള രാത്രി പീക്ക് സമയങ്ങളിൽ ഉയർന്ന നിരക്കും കൂടുതൽ ഉപഭോക്താക്കളിലേക്ക് വ്യാപിപ്പിക്കാനാണ് കരടിൽ നിർദ്ദേശിച്ചിരിക്കുന്നത്. നിലവിൽ പ്രതിമാസം 250 യൂണിറ്റിന് മുകളിൽ ഉപയോഗിക്കുന്നവർക്ക് മാത്രമുള്ള സമയം അടിസ്ഥാനമാക്കിയുള്ള മീറ്ററിംഗ് സംവിധാനമാണ് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നത്. പീക്ക് സമയങ്ങളിലെ അധിക വൈദ്യുതി ഉപയോഗം നിയന്ത്രിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങിയതിലൂടെ 2024 വരെ KSEBക്ക് ഉണ്ടായ ഭീമമായ നഷ്ടം 2031 മുൻപ് നികത്തണമെന്ന സുപ്രീം കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഈ തുക 2027 മുതൽ ഉപഭോക്താക്കളിൽ നിന്ന് തിരിച്ചു പിടിക്കാനും കരടിൽ ശുപാർശയുണ്ട്. ഇത് നടപ്പിലാക്കുന്നതോടെ ഉപഭോക്താക്കളുടെ ബിൽ തുകയിൽ സ്വാഭാവികമായ വർധനവും ഉണ്ടാകും. അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ്, സെക്കൻഡ് ഹാൻഡ് ഫോണുകൾ വാങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം എന്നുള്ള പോലീസിന്റെ ഒരു മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ്. സെക്കൻഡ് ഹാൻഡ് ഫോണുകൾ വാങ്ങുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശവുമായി സിറ്റി പോലീസ്. ഫോണുകൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ജാഗ്രതാ നിർദ്ദേശം സിറ്റി പോലീസിന്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് പങ്കുവച്ചിരിക്കുന്നത്. സെക്കൻഡ് ഹാൻഡ് ഫോൺ വാങ്ങുമ്പോൾ ഒരു കാരണവശാലും അപരിചിതരിൽ നിന്നോ ഓപ്പൺ മാർക്കറ്റുകളിൽ നിന്നോ മൊബൈൽ ഫോൺ വാങ്ങരുത്. ഇത്തരം ഫോണുകൾ മോഷ്ടിക്കപ്പെട്ടതോ കളഞ്ഞു പോയതോ ആയിരിക്കുമെന്നാണ് മുന്നറിയിപ്പ്. ഇത്തരത്തിൽ കഴിഞ്ഞ മാസങ്ങളിൽ കോഴിക്കോട് ഭാഗത്ത് വെച്ചുണ്ടായ മോഷണം പോയ ഒരു മൊബൈൽ ഫോൺ തിരൂരിലെ ഒരു സൺഡേ മാർക്കറ്റിൽ വെച്ച് ചെറിയ തുകയ്ക്ക് ഒരാൾ വാങ്ങിച്ചു ഉപയോഗിക്കുകയുണ്ടായി. ഫോണിന്റെ യഥാർത്ഥ ഉടമസ്ഥന്റെ പരാതി പ്രകാരം കോഴിക്കോട് സിറ്റി പോലീസ് CEIR പോർട്ടൽ വഴി ഫോൺ കണ്ടെത്തി യഥാർത്ഥ ഉടമയ്ക്ക് സൈബർ സെൽ മുഖേന ഫോൺ തിരികെ ലഭിച്ചു. ഇത്തരത്തിൽ 100-ലധികം ഫോണുകൾ തിരികെ ലഭിച്ചിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. തിരൂർ SM സ്ട്രീറ്റ് സൺഡേ മാർക്കറ്റുകളിലാണ് ഫോൺ വിൽപ്പനയ്ക്കായി കൂടുതലായും എത്തുന്നത്. കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുമെന്നതിനാൽ ഇവിടെ ഫോണുകൾക്ക് ആവശ്യക്കാരേറെയാണ്. ഈ ഒരു സംഭവം വ്യാപകമായപ്പോഴാണ് പോലീസ് ജാഗ്രതാ നിർദ്ദേശം പുറത്തിറക്കിയിരിക്കുന്നത്. ഇത്തരത്തിൽ ദുരനുഭവം വരാതിരിക്കാൻ സെക്കൻഡ് ഹാൻഡ് മൊബൈൽ ഫോൺ വാങ്ങുമ്പോൾ വിശ്വസനീയമായ കടകളിൽ നിന്ന് മാത്രമേ വാങ്ങാവൂ എന്നുള്ള നിർദ്ദേശമാണ് പോലീസ് നൽകുന്നത്. ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്തെ അമ്മമാർക്ക് എല്ലാ മാസവും 2000 രൂപ, അത് 2 വർഷം വരെ ലഭിക്കും. അത്തരത്തിൽ 48,000 രൂപയോളം ലഭിക്കുവാനുള്ള അവസരമുണ്ട്. സംസ്ഥാനത്തെ എല്ലാ അമ്മമാർക്കും സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിൽ മാതൃജ്യോതി എന്നൊരു പദ്ധതി നടപ്പിലാക്കി വരുന്നുണ്ട്. ഈ ഒരു പദ്ധതി പ്രകാരമാണ് 2000 രൂപ വെച്ച് 2 വർഷം വരെ ലഭിക്കുക. 40% മുകളിൽ കാഴ്ച പരിമിതിയുള്ളവർക്കാണ് ഈ ഒരു ആനുകൂല്യം ലഭിക്കുന്നത്. കാഴ്ച വൈകല്യമുള്ള അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനായാണ് ഈ ഒരു ധനസഹായം ലഭ്യമാക്കുന്നത്. അപേക്ഷകരുടെ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം. വില്ലേജ് ഓഫീസിൽ നിന്നുള്ള വരുമാന സർട്ടിഫിക്കറ്റ്, BPL റേഷൻ കാർഡിന്റെ പകർപ്പ്, ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, ബാങ്ക് പാസ്ബുക്കിന്റെ സർട്ടിഫിക്കറ്റ്, ആശുപത്രിയിൽ നിന്നുള്ള ഡിസ്ചാർജിന്റെ ഒരു പകർപ്പ് എന്നിവ ജില്ലാ സാമൂഹ്യനീതി വകുപ്പിന്റെ ഓഫീസിലൂടെയാണ് അപേക്ഷകൾ നൽകേണ്ടത്. അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ്, നമുക്കറിയാം പലരും ബാങ്ക് വായ്പകൾ എടുക്കാറുണ്ട്. അത്തരത്തിൽ ബാങ്ക് വായ്പ എടുക്കുന്നതിന് വേണ്ടി പലതരത്തിലുള്ള ഈടുകൾ ബാങ്കിന് സമർപ്പിക്കാറുണ്ട്. വീടിന്റെ അതുപോലെ തന്നെ മറ്റു സ്വത്തുക്കളുടെയൊക്കെ രേഖകളാണ് ഇത്തരത്തിൽ സമർപ്പിക്കാറുള്ളത്. അപ്പൊ ഇങ്ങനെ സമർപ്പിക്കുന്ന ആളുകൾ എല്ലാവരും തന്നെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ചില RBI നിർദ്ദേശങ്ങളുണ്ട്. വീടിന്റെയോ മറ്റു സ്വത്തുക്കളുടെയോ രേഖകൾ ഈട് നൽകി പലരും ബാങ്കുകളിൽ നിന്ന് വായ്പ എടുക്കാറുണ്ട്. ബാങ്ക് വായ്പ തിരിച്ചടച്ചു കഴിഞ്ഞാൽ ഈ രേഖകൾ തിരികെ ലഭിക്കാറുണ്ടോ? തീർച്ചയായും ലോൺ എടുത്തവരും എടുക്കാൻ പോകുന്നവരുമൊക്കെ ഇക്കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ബാങ്ക് വായ്പ തിരിച്ചടച്ച് 30 ദിവസത്തിനകം സ്ഥാവര ജംഗമ വസ്തുക്കളുടെ രേഖകൾ വായ്പ നൽകുന്ന സ്ഥാപനങ്ങൾക്ക് തിരികെ നൽകണമെന്നാണ് 3 മാസം മുൻപ്
RBI നിർദ്ദേശം നൽകിയിട്ടുള്ളത്. രേഖകൾ തിരികെ നൽകിയില്ല എങ്കിൽ ഓരോ ദിവസത്തെയും കാലതാമസത്തിനും 5000 രൂപ വരെ പിഴ അടയ്ക്കേണ്ടി വരും. അതായത് ഈടായി നൽകിയ ആധാരം പോലുള്ള രേഖകൾ സെറ്റിൽമെന്റ് കഴിഞ്ഞ് 30 ദിവസത്തിനിപ്പുറം തിരിച്ചു നൽകാതിരുന്നാൽ വൈകുന്ന ഓരോ ദിവസത്തിനും 5000 രൂപ നിരക്കിൽ വായ്പാക്കാരന് ബാങ്കുകൾ നഷ്ടപരിഹാരം നൽകണമെന്നാണ് RBI നിർദ്ദേശം. വ്യക്തിഗത വായ്പകൾ അടച്ചു തീർത്ത് കഴിഞ്ഞാലും ഈട് നൽകിയ രേഖകൾ തിരികെ ലഭിക്കുമ്പോൾ ബാങ്കുകൾ ഉൾപ്പെടെയുള്ള ചില വായ്പ നൽകുന്ന സ്ഥാപനങ്ങളിൽ നിന്നും ഉപഭോക്താക്കൾക്ക് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നു എന്നുള്ള പരാതികളെ തുടർന്നാണ് RBI നടപടി. ചെറുകിട ധനകാര്യ ബാങ്കുകൾ, പ്രാദേശിക ഗ്രാമീണ ബാങ്കുകൾ, സഹകരണ ബാങ്കുകൾ, സംസ്ഥാന സഹകരണ ബാങ്കുകൾ, ജില്ലാ കേന്ദ്ര സഹകരണ ബാങ്കുകൾ, NBFCകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ വാണിജ്യ ബാങ്കുകൾക്കും RBIയുടെ ഈ ഒരു നിർദ്ദേശവും ബാധകമാണ്. പൊതുജനങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.